ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ പുതിയൊരു വർഷം കൂടി പിറന്നിരിക്കുകയാണ്. നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് കുവൈത്തിൽ ട്രാഫിക് ഫൈൻ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്രാഫിക് ഫൈൻ ചെക്ക് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് ഇന്ന് കുവൈത്തിൽ. ഞാനിന്ന് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് സഹൽ ആപ്ലിക്കേഷൻ വഴി നമ്മളുടെ ട്രാഫിക് ഫൈൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ MOI ആപ്പിലൂടെ എങ്ങനെയാണ് ട്രാഫിക് ഫൈൻ ചെക്ക് ചെയ്യുക എന്നും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു ട്രാഫിക് ഫൈൻ ചെക്ക് ചെയ്യുക എന്ന്. എന്നാലും അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകും. അപ്പോൾ അറിയാത്തവരിലേക്ക് അറിയുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സഹൽ ആപ്ലിക്കേഷനിലൂടെ ട്രാഫിക് ഫൈൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സഹൽ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ കാണിക്കുന്ന മെനുവിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷനായ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ട്രാഫിക് സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിലൊന്ന് ഓപ്പൺ ചെയ്യാം. ശേഷം കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷനായി ട്രാഫിക് വയലേഷൻസ് സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതും ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനാണ് കാണിക്കുന്നത്, ട്രാഫിക് വയലേഷൻ എൻക്വയറിയും അതുപോലെ തന്നെ പേ ട്രാഫിക് വയലേഷൻ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ട്രാഫിക് വയലേഷൻ എൻക്വയറി എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രാഫിക് ഫൈൻ ഒന്നും ഇല്ല എന്നാണ് അർത്ഥം. യു ഡോണ്ട് ഹാവ് എനി ട്രാഫിക് വയലേഷൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാഫിക് വയലേഷൻ ഇവിടെ കാണിക്കുകയാണെങ്കിൽ പേ ട്രാഫിക് വയലേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ട്രാഫിക് ഫൈന് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ സഹൽ ആപ്ലിക്കേഷൻ വഴി നമ്മൾ കുവൈത്തിലെ ട്രാഫിക് ഫൈന് ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രാഫിക് ഫൈന് അടക്കുന്നതും. ഇനി നമുക്ക് കുവൈത്തിൻ്റെ MOI ആപ്പിലൂടെ ഒന്ന് നോക്കാം. കുവൈത്തിൻ്റെ MOI ആപ്പ് ഞാൻ ഇതിനായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ കുവൈത്തിൻ്റെ MOI ആപ്പിലൂടെ എങ്ങനെയാണ് നമുക്ക് ട്രാഫിക് ഫൈൻ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ കുവൈത്തിൻ്റെ MOI ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെയും താഴെ കാണിക്കുന്ന ഹോം എന്നതിൻ്റെ അപ്പുറത്തുള്ള രണ്ടാമത്തെ ക്വിക്ക് പേ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അടക്കാനും വിസ ഫീസ്, ഇമിഗ്രേഷൻ ഫീസ്, ഡിപ്പോർട്ടേഷൻ ടിക്കറ്റ്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നെ ട്രാഫിക് വയലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ ഇവിടെ കൊടുക്കേണ്ടത് ട്രാഫിക് വയലേഷൻ എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ ഇൻക്വയറി ടൈപ്പാണ് കൊടുക്കേണ്ടത്. ഇൻക്വയറി ടൈപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലും കമ്പനിയും ഉണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തികൾക്കത് അറിയാനായിട്ട് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക. ശേഷം നമ്മളുടെ സിവിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് ഫൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാഫിക് ഫൈൻ ഇവിടെ കാണിക്കും. ഇനി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നോ വയലേഷൻസ് ഫൗണ്ട് എന്ന് കാണിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് MOI കുവൈത്തിൽ ട്രാഫിക് ഫൈൻ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ സിവിൽ ID ഇവിടെ അടിച്ചു കൊടുത്തുകൊണ്ടും ഈ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തിട്ട് മറ്റുള്ള ആളുകളുടെ സിവിൽ ID അടിച്ചു കൊടുത്തുകൊണ്ടും നമുക്ക് ട്രാഫിക് ഫൈൻ എൻക്വയറി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് കുവൈത്തിൽ ട്രാഫിക് ഫൈൻ എങ്ങനെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഏത് ഓപ്ഷനാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ട്രാഫിക് ഫൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.